ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു തക്കാളിക്കറി തയ്യാറാക്കിയാലോ. ഇതെല്ലാമാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചൂടായ ചട്ടിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ശേഷം അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കറി താളിക്കാനായിട്ടുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു അരിഞ്ഞ കൊച്ചുള്ളി ഉണ്ടല്ലോ, അതുകൂടി വറുത്തെടുക്കാം. കൊച്ചുള്ളി വളരെ ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മുടെ കൊച്ചുള്ളി നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്കിനൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനായ തക്കാളിക്കറി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് നമ്മുടെ വീട്ടിലെ അമ്മമ്മയൊക്കെ സ്ഥിരം പ്രിപ്പയർ ചെയ്യുന്ന ഒന്നായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.